മലയാള കവികളെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയാണ് എ അയ്യപ്പൻ ജോൺ എബ്രഹാമിനെ മനസ്സിലാക്കിയിരുന്നത്? എങ്ങനെയാണ് ജോൺ എബ്രഹാം എ അയ്യപ്പനെ തിരിച്ചറിഞ്ഞിരുന്നത്? ഈ തിരുവനന്തപുരത്തെ അശോക ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിനെതിരെ. അവിടെ ഈ പ്രതിഭകൾ മാത്രമേ ഇവിടെ താമസിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു കെ പി കുമാരൻ, വിജയേന്ദ്രൻ, പിന്നെ പറയുന്നു ജോ. അപ്പോൾ അന്നാണ് ഞാൻ ജോണിനെ വഴിവെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ അറിയാവുന്നതായിരുന്നു. ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. ഇന്നും ജോണിൻ്റെ സിനിമയെക്കുറിച്ച് എനിക്ക് വലിയ, എൻ്റെ കവിതകളോട് ജോണിന് വലിയ താല്പര്യമുണ്ട്. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജോൺ ദിനങ്ങളെന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. കാരണം നല്ല അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുള്ളൊരു മനുഷ്യൻ. ഇതുപോലെ ഇച്ഛാശക്തിയും ഈ മനുഷ്യനോടുള്ള താല്പര്യവും കലയോടുള്ള അഭിരുചിയും ആളുടെ കാണാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജോൺ കുടിച്ചു കഴിഞ്ഞ കുപ്പി വെച്ചിട്ട് പറഞ്ഞ് പിന്നെ എനിക്ക് മൂത്രമൊഴിക്കണം. അവിടെ പോകാം, അവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അവൻ അതേ കുപ്പിയിൽ തന്നെ മൂത്രമൊഴിച്ചിട്ട് തിരിച്ചിട്ടത്. കുപ്പി വലിച്ചെറിയ കഴിഞ്ഞു. അതെന്തോ വളരെ അഹന്ത. പിന്നെ ഇയാൾ ഞങ്ങൾ കുറച്ച് നടന്നു. കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. ജോണിനറിയാത്ത ആൾക്കാരൊന്നുമില്ല സ്ഥലം. അന്നാണ് ഞാൻ അരവിന്ദനെ അറിയുന്നത്, അടൂർ ഭാഷനെ. പക്ഷെ ഇവരെക്കാളൊക്കെ ഭേദമാണ് ജോണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരെപ്പോലുള്ള ഒരു പ്രയോഗവും സിദ്ധാന്തവും ജോൺ ഇല്ലാത്തതുകൊണ്ടാണ് ജോൺ ഇങ്ങനെ പോയത്. ജോണിന് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. അതെന്താണെന്ന് വ്യക്തമാക്കിയത് ജോണാണ് എനിക്ക്. ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു സംഭവം ഉണ്ടല്ലേ, അത് എന്തെന്ന് വ്യക്തമാക്കി തന്നത് ജോണാണ്. എനിക്ക് അരവിന്ദനെ അറിയാം, ഗോപാലകൃഷ്ണനൊക്കെ അറിയാമെങ്കിലും പക്ഷേ ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളും ജോണായിരുന്നു. സിനിമ ഇപ്പം ഈ അതല്ലേ ഇന്ന് അതിജീവിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷേ കവിതയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ജോണിൻ്റെ ഭാഷ വ്യക്തത മറ്റാരും മനസ്സിലാക്കിയിട്ടുമില്ല. എൻ്റെ കുപ്പായും എൻ്റെ 100 രൂപയും കൊണ്ടാണ് അന്ന് പോയത്. ഒരു റംസാണ്, പിന്നെ കോഴിക്കോട്. ഞാൻ പറഞ്ഞു ജോണൊന്ന് പോകണ്ട, നമുക്കൊന്ന് കൂടാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പോകാൻ അവർ പിന്നെ വെയിറ്റിംഗ് ഫാർ പറഞ്ഞിട്ടാണ് പോയത്. പിറ്റേ ദിവസമാണ് അറിയുന്നത്. ഞാനിങ്ങനെ പിന്നെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പിന്നെ അങ്ങനെ കിടക്കുമ്പോഴാണ് വന്ന് പറഞ്ഞത് ഇയാള് മരിച്ചതാണോ തള്ളിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ജോണിൻ്റെ വ്യക്തിത്വത്തെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അയാൾ വായിലുണ്ടാവും. ജോൺ എബ്രഹാമിന്റെ ധിഷണ അന്ന് ആരെങ്കിലും അലോസരപ്പെടുത്തിയിരുന്നു? പലരെയും തിരിച്ചറിയപ്പെട്ടിരുന്നില്ല ഈ ആശുപത്രിയിൽ പോയി. അങ്ങനെയാണ് മരിച്ചത്. ഒരു ജനറൽ വാർഡിൽ കിടന്നാണ് മരിച്ചത്. ആളെ തിരിച്ചറിഞ്ഞില്ല. ഈ തീരാ വേദന ഉണ്ട്. താഴെ വീഴുക.
എഴുതിയ എല്ലാ കവിതകളും ഓർമ്മയുണ്ടോ? ഇല്ല. എഴുതിയ ഏതെങ്കിലും കവിതകൾ ഓർമ്മയുണ്ടോ? ആ, അതൊക്കെ ഉണ്ടാവും. 2 കവിതകൾ ചൊല്ലി. ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരി മധ്യാഹ്നവേനൽ, എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖമുക്തിപ്രദാനം. ഗ്രീഷ്മമേ സഖി ഉടുക്കുകൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടുങ്കാറ്റിന്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ, ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം. ഞാൻ എ അയ്യപ്പന്റെ ഒരു കയ്യൊപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കളുടേതല്ലാത്ത ഒരു പുസ്തകത്തിൽ അത് ഇട്ടു തരാൻ പറഞ്ഞാൽ ആരുടെ രചന വേണം എന്ന് ആഗ്രഹിക്കുന്നു? ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം, സാന്ത്വനത്തിൻ രുചിയറിയട്ടെ. ചേറിയലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ, നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷമേതെന്നു ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാനൊന്നു നോക്കട്ടെ. നോവുകളെല്ലാം ഇത് ഈ മുഖാമുഖത്തിന്റെ ഓർമ്മയ്ക്ക് വളരെയധികം